4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കൂളിൽ നിന്നൊരു മത്സരത്തിന് വിട്ടായിരുന്നു. മത്സരത്തിന് വിട്ടെന്ന് പറഞ്ഞാൽ പ്രസംഗ മത്സരത്തിന്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അത് തിരുവനന്തപുരം മണക്കാട് സ്കൂളിലാണ് സബ് ജില്ലാ കലോത്സവം. അപ്പോൾ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് എന്നെ സെലക്ട് ചെയ്ത് വിട്ടതാണ്. അന്ന് വിഷയം ഗാന്ധിജി എന്നുള്ള വിഷയമായിരുന്നു നിന്റെ അത്ര നിന്നിട്ട്. അപ്പം പക്ഷേ 4ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് നേരത്തെ തന്നെ വിഷയം കൊടുത്തിട്ട് അവർക്ക് പഠിച്ച് പറയാം. ഞാൻ ചെല്ലും പറയുന്ന സ്പോട്ടിലാണ് ഈ ഗാന്ധിജിയാണ് വിഷയമെന്ന് എനിക്ക് അറിയുന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്ന തുരുതുരയായിട്ടുള്ള അവിടുത്തെ വലിയ പബ്ലിക് സ്കൂളുകളിലെ കുട്ടികളൊക്കെ ചെന്ന് വലിയ രീതിയിൽ ഗാന്ധിജിയെ പറ്റി സംസാരിക്കുമ്പോഴേക്കും എനിക്ക് ഗാന്ധിജിയെ പറ്റി പറയാൻ വേണ്ടി ഒന്നും അറിയത്തില്ല. 4ാമത്തെ പേര് കഴിഞ്ഞ് 9ാമത്തെ ലൈനിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ എങ്ങനെയോ ബസ്സിന് എന്നെ സ്കൂൾ ബസ്സിലാണ് അമ്മ വീട്ടിൽ വിട്ടുകൊണ്ടിരുന്നത്. ആ ഒരു നമ്മൾ ചെറ്റപ്പൊത്ത് പോകുന്നൊക്കെ പറയും തിരുവനന്തപുരത്ത്, അതുപോലെ ചെറ്റപ്പൊത്ത് നേരെ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി ആ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പൈസ കൊടുത്ത് ആംഗ്ലേനെ അവിടെ ഇറക്കി വിട്ടു. അന്ന് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അന്ന് ഞാൻ ഗാന്ധിജിയെ പറ്റി പഠിച്ചുകൊണ്ട് പോയ കാര്യങ്ങളോ അറിയാന്നുള്ള 2 വാക്കുകൾ അവിടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് സംസാരിച്ചു തുടങ്ങി. ഞാൻ ഓരോ കാര്യങ്ങൾ ഗാന്ധിജിയെ പറ്റി പറയാൻ തുടങ്ങി. അല്ലാതെ എൻ്റെ സഭാകമ്പം മാറ്റാനുള്ള രീതിയിൽ എനിക്ക് കണ്ണാടി തന്നെയായിരുന്നു ഏറ്റവും വലിയ ഗുരു. പിന്നെ ബാക്കിയുള്ളവർ കാണുമ്പോൾ മോണോക്ട് ആയിരുന്നാലും മെമിക്രി ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടു പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ നമ്മുടെ PTA ഫണ്ട് ഉപയോഗിച്ച് തന്നെ കഥകളി ആയിരുന്നാലും ചാക്യാർ കൂത്തായിരുന്നാലും നാടകമായിരുന്നാലും അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു.